നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആഭ്യന്തര ഇന്ധന ശേഖരം വർദ്ധിപ്പിക്കുന്നതിനും സ്ഥിരമായ ഒരു സർക്കാർ ഇന്ധന റിസർവ് സ്ഥാപിക്കുന്നതിനുമായി $7.2 ബില്യൺ സുരക്ഷാ പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചു. വരാനിരിക്കുന്ന ബജറ്റ് നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഈ വൻ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 ബില്യൺ ലിറ്റർ ഇന്ധനം ഉൾക്കൊള്ളുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു റിസർവ് സൃഷ്ടിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇത് രാജ്യത്തെ 50 ദിവസത്തെ ഇന്ധന ആവശ്യം നിറവേറ്റാൻ പര്യാപ്തമാണ്. ഇന്ധനത്തിന്റെ 80% ഇറക്കുമതി ചെയ്യുന്ന ഓസ്ട്രേലിയ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന വിതരണ തടസ്സങ്ങളിൽ നിന്നും സംരക്ഷണം നേരിടാനാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. റിസർവ് നിർമ്മിക്കാൻ ഏകദേശം $2.11 ബില്യൺ ചിലവാകുമെന്ന് കരുതപ്പെടുന്നു. കൂടാതെ സ്വകാര്യ ഇന്ധന കമ്പനികൾ തങ്ങളുടെ സ്റ്റോക്ക് ലെവൽ 40 ദിവസമായി ഉയർത്തണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. തുടർച്ചയായി ഉണ്ടാകുന്ന പലിശ നിരക്ക് വർധനവിനെ തുടർന്ന് ഓസ്ട്രേലിയയിൽ ആയിരക്കണക്കിന് ഭവന വായ്പാ ഉപഭോക്താക്കൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വായ്പാ തിരിച്ചടവ് മുടങ്ങുമോ എന്ന ആശങ്കയെ തുടർന്ന് ഈ വർഷം മാത്രം ഏകദേശം 65,000-ലധികം ആളുകളാണ് ദേശീയ കടാശ്വാസ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 2025 ഏപ്രിലിനെ അപേക്ഷിച്ച് 2026 ഏപ്രിലിൽ ഹെൽപ്പ് ലൈനിലേക്കുള്ള കോളുകളുടെ എണ്ണത്തിൽ 21% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിലെ ഓൺലൈൻ ചാറ്റുകൾ വഴി സഹായം തേടുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ മോർട്ട്ഗേജ് തിരിച്ചടവ് സാധാരണക്കാരുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിതെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. ഇറ്റ്സ് അബൌട്ട് എ പ്യുവർ ആയുർവേദിക് ഓയിൽ കോൾഡ് രുദ്രകാന്തി ഓയിൽ. ഗ്ലോ കിട്ടും, നമുക്കൊരു റിജുവിനേറ്റിംഗ് ഫീൽ ഉണ്ടാവും. ഡാർക്ക് സർക്കിൾസ്, പിഗ്മെന്റേഷൻ ഒക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വ്യത്യാസമുണ്ട്, നല്ല ഡിഫറൻസ് എനിക്കുണ്ട്. 4 ദിവസം കൊണ്ട് അത് മാറി. ഫേസിന് ഡിഫറൻസ്, ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. അത്ര ഒരു ഗംഭീരമായിട്ടോ ഇതൊരു പാവൻ ഡോക്ടർ ഉണ്ടാക്കുന്നത്, ഡോക്ടർ ലക്ഷ്മി. സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ISI ബന്ധമുള്ള 4 സ്ത്രീകളും 9 കുട്ടികളും അടങ്ങുന്ന സംഘം ഈ വ്യാഴാഴ്ച രാത്രിയോടെ ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തും. ഏപ്രിൽ അവസാനത്തോടെ സിറിയയിലെ അൽ റോജ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ഇവർക്ക് പകരമായി വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്തതായും ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് ഇവരെ നിരീക്ഷിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഓസ്ട്രേലിയൻ പൌരത്വമുള്ള ഈ സംഘം തിരിച്ചെത്തുന്ന മുറയ്ക്ക് അവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരിച്ചെത്തുന്ന മുതിർന്ന സ്ത്രീകളിൽ ചിലർ അറസ്റ്റിലാകാനും അന്വേഷണം നേരിടാനും സാധ്യതയുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇവരുടെ സുരക്ഷയും ഒപ്പം രാജ്യത്തിന്റെ സുരക്ഷയും മുൻനിർത്തി വിമാനത്താവളത്തിൽ എത്തുന്ന സമയം മുതൽ കർശനമായ പരിശോധനകൾക്കും നടപടിക്രമങ്ങൾക്കും വിധേയമാക്കും. തീവ്രവാദ സംഘടനകളുമായുള്ള ഇവരുടെ ബന്ധം സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് സൂചന. ആലിസ് സ്പ്രിംഗിൽ 5 വയസ്സുകാരിയായ കുമിഞ്ചോയ് ലിറ്റിൽ ബേബി കൊല്ലപ്പെട്ട സംഭവത്തിൽ നോർത്തേൺ ടെറിട്ടറി ചൈൽഡ് പ്രൊട്ടക്ഷൻ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചു. ഏപ്രിൽ 25-ന് ടൌൺ ക്യാമ്പിലെ വീട്ടിൽ നിന്ന് കാണാതായ പെൺകുട്ടിയുടെ കേസ് കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്താൻ ചൈൽഡ് കമ്മീഷണറോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയോ എന്ന് കണ്ടെത്താനാണ് ഈ നീക്കം. സംഭവത്തെ തുടർന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ വിഭാഗത്തിലെ ചില ജീവനക്കാരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും അവർ കുറ്റം ചെയ്തതായി നിലവിൽ സൂചനകളൊന്നുമില്ലെന്നും അന്വേഷണത്തിന്റെ ഭാഗമായുള്ള സ്വാഭാവിക നടപടികൾ മാത്രമാണിതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വലിയ പ്രതിഷേധമാണ് ഈ സംഭവത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഒരു കല്യാണം ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ ഓപ്ഷൻസ് കുറവാണ്. ആര് പറഞ്ഞു? ചേട്ടന്റെ മോൾക്ക് ഏത് തരത്തിലുള്ള ചെക്കനെ വേണ്ടത്? സ്വദേശം, വിദേശം, ഓസ്ട്രേലിയ, UK, കാനഡ, ന്യൂസിലൻഡ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇറ്റലി, ജർമ്മനി, മലേഷ്യ, മാൾട്ട, സിംഗപ്പൂർ, മിഡിൽ ഈസ്റ്റ്. അങ്ങനെ അവരുടെ സേവനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവ്. എന്തൊക്കെയായാലും എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്. എന്റെ ഫ്രീഡം റെസ്പെക്ട് ചെയ്യണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഓഷ്യാനിയ മാട്രിമോണി ഉണ്ടോ? പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പൊ തോമസ്, കല്യാണത്തിന് വിളിക്കാം. ഓഷ്യാനിയ മാട്രിമോണി, കണക്ടിംഗ് ഹാർട്ട്സ്, ക്രിയേറ്റിംഗ് ഫോറെവർ. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ കൈവശം വെക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രശസ്ത ബാല്യ സാഹിത്യകാരൻ ക്രൈഗ് സിൽവി കുറ്റസമ്മതം നടത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പടിഞ്ഞാറൻ ഓസ്ട്രേലിയ സർക്കാർ സ്കൂളുകളിൽ നിന്ന് സ്ഥിരമായി നീക്കം ചെയ്തു. ഫ്രീമാന്റിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായ സിൽവി തന്റെ കുറ്റം സമ്മതിച്ചതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിരോധനം ഇതോടെ സ്ഥിരമാക്കുകയായിരുന്നു. ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരാളുടെ കൃതികൾക്ക് സ്കൂൾ പാഠ്യപദ്ധതിയിലോ ലൈബ്രറികളിലോ ഇടം നൽകാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി സബിൻ വിജൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. സിഡ്നിയിൽ സെമറ്റിക് വിരുദ്ധതയും സാമൂഹിക ഐക്യത്തെയും കുറിച്ചുള്ള റോയൽ കമ്മീഷന്റെ ആസ്ഥാനത്തിന് മുന്നിൽ സ്വാസ്തിക ചിഹ്നം പ്രചരിപ്പിച്ച ടീഷർട്ട് ധരിച്ച് പ്രതിഷേധിച്ച 68-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
രാവിലെ 11 മണിയോടെയാണ് വെള്ള നിറത്തിലുള്ള ഷർട്ടിൽ നീല സ്വാസ്തികയും അതിനുള്ളിൽ സ്റ്റാർ ഓഫ് ഡേവിഡ് ചിഹ്നവും പതിപ്പിച്ച നിലയിൽ ഇയാളെ പോലീസ് കണ്ടെത്തിയത്. പ്രൗഡ് ടു ബി അക്യൂസ്ഡ്, സ്പീക്ക് അപ്പ് എന്ന മുദ്രാവാക്യവും ഈ ഷർട്ടിൽ ഉണ്ടായിരുന്നു. ആദ്യം അവിടെ നിന്ന് മാറിപ്പോകാൻ പോലീസ് നിർദ്ദേശം നൽകിയെങ്കിലും ഉച്ചകഴിഞ്ഞ് ഇയാൾ മാൻലി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മതസ്പർദ്ധ വളർത്തുന്നതും അധിക്ഷേപകരവുമായ ചിഹ്നങ്ങൾ പൊതുമധ്യത്തിൽ പ്രദർശിപ്പിച്ചു എന്ന കുറ്റത്തിനാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നിലവിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്ധന വില വർധനവ് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഫിജിക്ക് $30 ദശലക്ഷം സഹായം ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചു. ഫിജിയുമായി സുപ്രധാനമായ തന്ത്രപ്രധാന കരാറായ ഹുവാളെ യൂണിയൻ യു ഒപ്പിടുന്നതിന് മുന്നോടിയായാണ് ഈ നീക്കം. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്ങും പസഫിക് മന്ത്രി പാറ്റ് കോൺറോയും ഫിജി പ്രധാനമന്ത്രി സിറ്റിവേനി റബുഗയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ധനസഹായം സംബന്ധിച്ച അറിയിപ്പുണ്ടായത്. പസഫിക് മേഖലയിൽ ഇതുവരെ കടുത്ത ഇന്ധനക്ഷാമം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലവർദ്ധനവ് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഫിജിക്ക് നൽകുന്ന ഈ പിന്തുണ ഇന്ധനവില ആഘാതത്തിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുമെന്നും പസഫിക് മേഖലയിലെ ഒരു പ്രധാന ഇന്ധന സംഭരണ കേന്ദ്രമായി ഇത് ഫിജിയെ മാറ്റാൻ സഹായിക്കുമെന്നും പെനിവോ വ്യക്തമാക്കി. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ 28,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സവിശേഷ ഒരിനം പോലകളെ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു. കവിളിലെ എല്ലുകളിൽ കുഴിയുള്ളതിനാലാണ് ഇവയെ ഡിംപിൾസ് കാലുകൾ എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ പോലെയേക്കാൾ വലിയ ചുണ്ടുകളും ശക്തമായ താടിയെല്ലുകളും ഇവയ്ക്കുണ്ടായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം കാടുകൾ നശിച്ചാണ് ഇവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകാൻ കാരണം. മാർഗരറ്റ് റിവർ മേഖലയിലെ ഗുഹകളിൽ നിന്ന് ലഭിച്ച തലയോട്ടികളാണ് ഈ പുതിയ വർഗത്തെ തിരിച്ചറിയാൻ സഹായിച്ചത്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ ഒരു കാലത്ത് വാലുകൾ വ്യാപകമായിരുന്നു എന്നാണ് ഈ കണ്ടെത്തൽ വ്യക്തമാക്കുന്നത്. എവിടെ വരുന്നത് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചക്കാരും അപ്പായാലും മലപ്പുറം 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. പഞ്ചാബിൽ ഇരട്ട സ്ഫോടനം. ജലന്ധറിലും അമൃത്സറിലുമാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. ജലന്ധറിൽ BSF ആസ്ഥാനത്തിന് സമീപം ഇരുചക്ര വാഹനമാണ് പൊട്ടിത്തെറിച്ചത്. അമൃത്സറിൽ ഖാസ കന്റോൺമെന്റ് സമീപമാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.